കുബാബയിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് നേരെ പോയത് ഐസ്ക്രീം കഴിക്കാനാണ് കേട്ടോ. അരുൺ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഫ്ലേവർ ഉണ്ട്, ഇതിൽ ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. അങ്ങനെ നോക്കി ലാസ്റ്റ് ഞാനും ലച്ചും സേതുണ്ണും കൂടെ ഐസ്ക്രീമൊക്കെ സെലക്ട് ചെയ്തു കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം മാംഗോ അല്ല, ലച്ചു പറഞ്ഞു ഈ പ്രാവശ്യം മാംഗോ എടുക്കല്ലേ, വേറെ ഫ്ലേവർ എടുക്കൂന്ന് പറഞ്ഞു. ചൂടത്ത് ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമാണ്. അതിൻ്റെ ഇടക്കാണ് കേട്ടോ അമ്മ വിളിച്ചത്, വീട്ടിൽ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അമ്പലത്തിൽ ഉത്സവം കൂടിയാണ് കേട്ടോ, ചേരാത്രി കോവിൽ കൃഷ്ണന്റെ അമ്പലത്തിൽ. അപ്പം അമ്മ വിളിച്ചത് എന്താന്ന് വെച്ചാൽ ലച്ചുവിനെ മൺഡേ ഒരു ക്ലേ മോഡലിങ്ങിന്റെ ക്ലാസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അമ്മ കുറച്ച് ടീഷർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ തരാൻ വേണ്ടി വിളിക്കുകയാണ് കേട്ടോ. അപ്പം അതേ ഇതാണ് കേട്ടോ അമ്മ എടുത്ത് വെച്ചേക്കുന്ന ടീഷർട്ടൊക്കെ. ലച്ചുവിന് പാകാവോന്ന് അറിയില്ല, അമ്മ ഒരു ഊഹം വെച്ചെടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടും. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ബർത്ത്ഡേ ആണ് വരാൻ വേണ്ടി പോണത്. അപ്പം അമ്മ ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടോ, നേരത്തെ സ്റ്റിച്ച് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അമ്മ ചോദിക്കുന്നത് നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ പോയത് ഞങ്ങൾ ലച്ചുവിൻ്റെ ക്ലേ മോഡലിങ്ങിൻ്റെ കുറച്ച് ടൂൾസ്, ഏപ്രൻ ഇതൊക്കെ മേടിക്കാനാണ് കേട്ടോ പോയത്. അപ്പം ടീച്ചർ പറഞ്ഞത് റേറ്റ് കുറവുള്ള ടൂൾസൊക്കെ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇങ്ങനെ നോക്കി ഇത് കിട്ടിയിട്ടുണ്ട്, ഇത് തന്നെയാണോ എന്ന് അറിയില്ല, മൺഡേ പോയിട്ട് വരുമ്പോൾ അറിയാം. ലച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ക്ലേ മോഡലിങ്ങിന് പോകാനായിട്ട്. സ്വന്തം ഇഷ്ടത്തിന് പേരൊക്കെ കൊടുത്ത് വന്നേക്കാണ്. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ടാറ്റാ ബൈ, സീ യു.